യെസ്, വെൽക്കം ബാക്ക് ഫൈറ്റേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോക്സർ അല്ലെങ്കിൽ ഒരു മോച്ചായി ട്രെയിൻ ചെയ്യുന്നയാൾ അല്ലെങ്കിൽ ഒരു മാർഷ്യൽ ആർട്ടിസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ സ്ട്രെങ്തനിങ് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒന്ന് അപ്പർ ബോഡി സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസ്, രണ്ടാമത് നമ്മൾ ലോവർ ബോഡി. ഇത് രണ്ടും ഒരു ദിവസം കൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത്, രണ്ടും രണ്ടായിട്ടാണ് ചെയ്യുന്നത്, രണ്ടും രണ്ട് ദിവസമായിട്ടാണ് ചെയ്യുന്നത്. ഈ വീഡിയോ മൂന്നായിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം ഇത് കാരണം ഇതൊരു ലോങ് വീഡിയോ ആണ്, ഇതൊരു ഫോളോ അലോങ് വീഡിയോ ആണ്. ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പർ ബോഡി സ്ട്രെങ്തനിങ് എക്സസൈസ് അല്ലെങ്കിൽ ലോവർ ബോഡി സ്ട്രെങ്തനിങ് എക്സസൈസ് നമ്മൾ ചെയ്യുന്നതിന് മുൻപായിട്ടുള്ള വാമപ്പ് ആണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വാമപ്പിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ ഫോളോ അലോങ് ആയിട്ട് കൂട്ടുന്നത്. ഇതിൻ്റെ അടുത്തടുത്ത ദിവസങ്ങളായിട്ട് അപ്പർ ബോഡിയും ലോവർ ബോഡിയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓരോ വീഡിയോയും ഒരു 20 to 30 മിനിറ്റ്സിൽ നമുക്ക് ഒതുക്കാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് എൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 2 മാസമായിട്ട് ഞാൻ ട്രെയിൻ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ സകല സ്റ്റാമിനയും എൻ്റെ സകല സ്ട്രെങ്ത്തും പോയി നിൽക്കുവാണ്. ഒരു ബിഗിനർ എങ്ങനെയാണോ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്രത്തോളം എഫേർട്ട് ഇട്ടാണോ ഇത് ചെയ്യുന്നത്, ആ ഒരു ലെവലിലായിരിക്കും ഞാനും നിങ്ങളോടൊപ്പം ചെയ്യുന്നത്. കാരണം എനിക്ക് ഇപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മളിത് പുഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം കാണുന്ന ആൾക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും, പക്ഷേ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അതേസമയം ഇപ്പം ഞാൻ എൻ്റെ സ്ട്രെങ്ത്തും എൻ്റെ സ്റ്റാമിനയും എല്ലാം കുറഞ്ഞിരിക്കുന്ന സമയം ഒരു ഫ്രഷർ അല്ലെങ്കിൽ ഒരു ബിഗിനർ എങ്ങനെയാണോ ഇത് എത്രത്തോളം എഫേർട്ടാണോ ഇടുന്നത്, ആ ഒരു എഫേർട്ടിലൂടെയാണ് ഞാനും ഇപ്പം നിങ്ങളോടൊപ്പം പോകാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു സ്ട്രെയിനും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ട് തന്നെ എന്നോടൊപ്പം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് വാമപ്പ് ആണ്. ഇതൊരു 15 മിനിറ്റ്സ് വാമപ്പ് ആണ്. നമ്മളിപ്പോൾ ഇത് സ്വയം ഒറ്റയ്ക്ക് നമുക്ക് ഈ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ഇത് ചെയ്യുവാണെങ്കിൽ ഇത് ഏകദേശം ഒരു 10 to 15 മിനിറ്റ്സ് മാത്രമേ എടുക്കത്തുള്ളൂ. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 20. ഫ്യൂച്ചറിലേക്ക് നമുക്ക് പല ഇഞ്ചുറിയും ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് പ്രോപ്പറായിട്ട് നമ്മൾ വാമപ്പ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് വാമപ്പിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. അത് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരു 10-15 എക്സസൈസോളം ഉണ്ട്, ചിലപ്പോൾ 10 എക്സസൈസോളം അടുത്ത് വരും. അപ്പോൾ ഇത് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു 10 to 15 മിനിറ്റ്സേ എടുക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഫോളോ അലോങ് ആയതുകൊണ്ട് ഞാനിതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ചിലപ്പോൾ അതിനേക്കാൾ ഒരല്പം കൂടാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് സാരമില്ല. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ആണല്ലോ നമുക്ക് ഏറ്റവും മെയിനായിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു ഗൈഡൻസും ഇല്ലാതെ നമ്മൾ ചുമ്മാ നമ്മൾ ചെയ്തിട്ടും കാര്യമില്ല. ഇത് ചെയ്യേണ്ട ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ അത് പറഞ്ഞ് തന്നെ ചെയ്തില്ലെങ്കിൽ നമുക്കത് വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി ലോങ് ആണെങ്കിലും ഞാനത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പറഞ്ഞ് ഗൈഡ് ചെയ്തുകൊണ്ട് ഞാനും നിങ്ങളോട് കൂടെ തന്നെ നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യമേ തുടങ്ങാം. ആദ്യത്തെ നമ്മുടെ എക്സസൈസ് എന്ന് പറയുന്നത് വെറുതെ നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്യുക ഒരു 10 times. 1 2 3 4 5 6 7 8 9 10. അതിനുശേഷം പിന്നെ സ്കിപ്പിങ്ങിന് ശേഷം പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യുന്നതാണ് ജമ്പിങ് ജാക്സ്. ജമ്പിങ് ജാക്സ് ഒരു 10 എണ്ണം, കറക്റ്റ് എല്ലാം ഒരു 10 എണ്ണം വീതം ചെയ്താൽ മതി. ഇതെല്ലാം അടുപ്പിച്ചടുപ്പിച്ച് നമ്മളങ്ങനെ ഓരോ ഫ്ലോ ആയിട്ട് നമ്മൾ ഇതങ്ങ് കൊണ്ടുപോയാൽ മതി. ജമ്പിങ് ജാക്സിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട് ആൻഡ് ബാക്ക്. ഇത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമ്മളിങ്ങനെ കാലിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതും ഒരു 10 കൗണ്ട് ചെയ്താൽ മതി. 1 2 3 4 5 6 7 8 9 10. അതിനുശേഷം പിന്നെ ആയിട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഹിപ്പ് ട്വിസ്റ്റേഴ്സ് എന്ന് പറയും. നമ്മളിങ്ങനെ ഹിപ്പ് ഇതുപോലെ നമ്മുടെ കൈ രണ്ടും ഇങ്ങനെ വൈഡാക്കി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 1 2 3 4 5 6 7 8. ഇനിയുള്ളതാണ് വളരെ രസകരമായിട്ടുള്ള സംഭവം. അതെന്ന് പറയുന്നത് ജംപ് സ്ക്വാട്ടാണ്. ജംപ് സ്ക്വാട്ട് ഒരല്പം ഇച്ചിരി ചിലവർക്ക് ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പോൾ നമ്മൾ അതൊരു 10 എണ്ണം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഏകദേശം നമ്മളൊന്ന് നല്ല രീതിക്കൊന്ന് വാമാവും, ചെറുതായിട്ടൊന്ന് വാമായി വരും. പിന്നെ വാമപ്പ് കൂടുതലും നമ്മൾ ചെയ്യുമ്പോൾ ഒരു പരിധി വിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് പുഷ് ചെയ്യാൻ നിൽക്കരുത്. ഭയങ്കര ഇതോടെ നമ്മൾ ചെയ്യരുത്. ചിലവരത് ചെയ്യും,
ഇച്ചിരി ഒരു ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ലെവലിലുള്ളവർക്ക് അത് ചെയ്തെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമില്ല. പക്ഷെ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മടുക്കും. മടുത്തു കഴിയുമ്പോൾ നമ്മുടെ മെയിൻ എക്സസൈസിലേക്ക് നമ്മൾ പോകാൻ നേരത്ത് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് തളർന്നു പോകും. അപ്പോൾ പിന്നെ അടുത്ത ദിവസം ഈ സെയിം വാമപ്പ് തന്നെ നമ്മൾ ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു കിറുങ്ങല. അപ്പം അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് എത്തിക്കാതിരിക്കുക. എന്ത് സംഭവം നമ്മൾ ചെയ്യുന്നത് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുക. അപ്പം ഒരല്പം നമ്മളൊരു ഇച്ചിരി ബ്രേക്ക് ഇട്ട് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യുന്നത് ആ പ്രോപ്പറായിട്ട് തന്നെ ചെയ്തു പോവുക. അപ്പോൾ നമുക്ക് 20 മിനിറ്റ്സിൽ നമുക്ക് വാമപ്പ് ഒതുക്കുകയും ചെയ്യാം. നമ്മൾ നല്ല രീതിക്ക് നമ്മളതങ്ങ് ചെയ്തു പോവുകയും ചെയ്യും. വാമപ്പ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഓരോ ദിവസവും ഓരോ വാമപ്പ് എന്ന് പറയുന്ന സംഭവമില്ല. നമ്മൾ ഡെയിലി ഒരേ സാധനം തന്നെ. ഇപ്പം 365 ഡേയ്സ് നമ്മൾ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ 365 ഡേയ്സും ഈ സെയിം റൂട്ടീൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് വേറെ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് സ്വാഭാവികം, നമുക്കത് ചിലപ്പോൾ മടുക്കും. അപ്പോൾ അങ്ങനെ മടുക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ജംപ് സ്ക്വാട്ട്സ്. ജംപ് സ്ക്വാട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുക, കാല് കുറച്ചിങ്ങനെ വൈഡാക്കി വെക്കുക, ഇതുപോലെ വൈഡാക്കി വെക്കുക, എന്നിട്ട് ഇരിക്കുക, ജമ്പ് ചെയ്യുക, ഇരിക്കുക. ഇതൊരു 10 എണ്ണം. 1 2 3 4 5 6 7 8 9 10. എന്നിട്ട് എഴുന്നേക്കരുത്, ഇതുപോലെ തന്നെ അങ്ങ് ഇരിക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ കാലിലേക്ക് ഇങ്ങനെ ഒരുമാതിരി കിരികിരിപ്പാന്ന് പറഞ്ഞ ഒരു സാധനം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും. കാരണം ഭയങ്കര നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇരുന്ന് കഴിയുമ്പം എന്താണെന്നറിയാം, നമ്മുടെ ഈ കാലിലെ ഈ ഹോർമോൺസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഈ ഓടിക്കളിക്കുന്ന ഒരു ഫീലാണ്. നല്ല ടൈറ്റായിട്ട് കാലൊക്കെ നല്ല ഇങ്ങനെ ടൈറ്റായിട്ട് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റാത്തൊരു ഇതാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേറ്റ കൊള്ളാമെന്നുള്ളൊരു രീതിയിൽ നിൽക്കും. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പറയും, മതി എഴുന്നേറ്റോ, ഒന്ന് എഴുന്നേറ്റിട്ട് നിൽക്കാം എന്നൊക്കെയുള്ള ഒന്ന് പറയും. പക്ഷെ നമ്മളത് കേൾക്കാൻ നിൽക്കരുത്. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക, അങ്ങനെ തന്നെ ഇരിക്കുക. എന്നിട്ട് അടുത്ത എക്സസൈസിലേക്ക് നമ്മൾ കടക്കുക. ഫ്രണ്ട് ആൻഡ് ബാക്ക്, അതൊരു ഫ്രോഗ് ജംപ്സ് പോലെ, അതായത് ഇതുപോലെ 1 ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10 ടൈംസ്. 1 2 3 4 5 6 7 8 9 10. എഴുന്നേക്കാതിരിക്കുക, അതുപോലെ തന്നെ അങ്ങനെ ഇരിക്കുക. നല്ല സുഖമാണ്. ഇവിടെ നിന്നൊക്കെ ഒരു സാധനം ഇങ്ങനെ അങ്ങോട്ട് കയറി വരും. അപ്പോൾ ഈ എന്തൊരു സുഖമാണെന്നറിയാമോ. എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ മതി എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഈ ഒരു സമയത്ത് കാണത്തുള്ളൂ. എഴുന്നേക്കാതിരിക്കുക, മാക്സിമം പിടിച്ച് നിൽക്കാവുന്നവർ പിടിച്ച് നിൽക്കുക. ഒട്ടും പറ്റാത്തവർ മാത്രം ഒന്ന് എഴുന്നേറ്റിട്ട് അപ്പം തന്നെ വീണ്ടും ഇരിക്കുക. കാരണം നമുക്ക് എഴുന്നേക്കാൻ പല തവണയായിട്ട് തോന്നും. ഇതിപ്പോൾ ചിലപ്പോൾ ഞാൻ ഇത്രയും നാൾ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത്രയും മടുപ്പ് തോന്നാത്തതായിരിക്കും. എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഇങ്ങനെ തന്നെ ഒരുപാട് നേരം ഇരിക്കാൻ പറ്റുമെന്ന്. അപ്പം അടുത്ത എക്സസൈസിലേക്ക് പോകാം. ഇങ്ങനെ ഇരിക്കുക. ഇത് തന്നെ ഈ സെയിം സാധനം തന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ചെയ്ത പോലെ തന്നെ സൈഡ് വേസ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഹൗ നല്ല സുഖമാണ്, ഒരു രക്ഷയില്ല. അയ്യോ, ഇതുപോലെ തന്നെ കുറച്ച് നേരം ഒന്ന് കടിച്ചു പിടിച്ചിരിക്കുക. അല്ല, മാക്സിമം പറ്റുന്ന രീതിയിൽ നമ്മുടെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എഴുന്നേറ്റോ, ഇത് മതി, ജസ്റ്റ് എഴുന്നേറ്റോ, ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാം. കേൾക്കാതിരിക്കുക, അതുപോലെ അവിടെ തന്നെ അങ്ങ് ഇരിക്കുക. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1 മിനിറ്റ് ഇങ്ങനെ അങ്ങ് ഇരിക്കുക. അല്ലാതെ വേറെ വഴിയില്ല. കാലിന് സ്ട്രെങ്ത് കയറണമെങ്കിൽ ഇതിലും നല്ലൊരു എക്സസൈസ് ഇല്ല. കാല് അതുപോലെ ഉറയ്ക്കും, നല്ല രീതിക്ക് ഉറയ്ക്കും. എനിക്ക് തോന്നുന്നില്ല ഇത് ബോഡി ബിൽഡേഴ്സ് അവർ ഇത്ര സ്ക്വാട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി മസിൽ കൊളുത്തു. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ എൻഡ്യൂറൻസിന് വേണ്ടി ഫൈറ്റേഴ്സ് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണിത്. ഇതിപ്പോൾ ഞാൻ 10 എണ്ണേ ചെയ്യുന്നുള്ളൂ. ഒരുപാട് പേര് 25 എണ്ണമൊക്കെയാണ് ചെയ്യാറ്. 25-30 എണ്ണം വീതമൊക്കെ ചെയ്തിട്ട് ഇതുപോലെ തന്നെ അങ്ങ് ഇരിക്കും. നമ്മുടെ കാലിൻ്റെ സ്ട്രെങ്ത് വേറെ ലെവലിലേക്ക് മാറും. ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ നമ്മൾ നേരത്തെ ആദ്യമേ ഫ്രണ്ട് ആൻഡ് ബാക്ക് ചെയ്തു, സൈഡ് വേസ് ചെയ്തു. ഇതിന് ശേഷം പിന്നെ മൂന്നാമത്തെ ഒരു എക്സസൈസും കൂടി ഉണ്ട്. അത് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ
ട്വിസ്റ്റേഴ്സ്. ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് 3, 4, 5, 6, 7, 8, 9, 10. എന്നിട്ട് എഴുന്നേക്കുക. എൻ്റെ പൊന്നോ. അപ്പം നമ്മൾ മുകളിൽ തൊട്ട് താഴെ വരെ നല്ല രീതിക്ക് അങ്ങ് വാമായി കിട്ടും. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്, ഹിപ്സ്. ഈ ഹിപ്പ് മസിൽസിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് ടൈറ്റായി കഴിയുമ്പോഴാണ് നമുക്ക് മെയിനായിട്ട് ഒരു പ്രായമൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ നടുവേദനയും അതുപോലെ തന്നെ ഈ ജോയിൻറ്റ് പെയിൻസും അതുപോലുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് വരുന്നത് ഈ ഹിപ്പ് ഭയങ്കരമായിട്ട് ടൈറ്റ് ആകുന്നതനുസരിച്ച്, നമ്മൾ ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഹിപ്പിൻ്റെ ടൈറ്റ്നസ് കൂടിക്കൊണ്ടിരിക്കും. അത് ഏത് മസിൽസിൻ്റെ ആണെങ്കിലും ശരി, ഏത് ജോയിൻറ്റിൻ്റെ ആണെങ്കിലും ശരി. പ്രത്യേകിച്ച് ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കൈ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാകുമ്പോൾ നമുക്കത് പ്രശ്നമില്ല. അതേസമയം നമ്മൾ ഹിപ്പിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്നും നമ്മളാണ്ട് ഇതുപോലെ റേസ് ചെയ്ത് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സൈഡിലേക്ക് നമ്മളിങ്ങനെ കാല് റേസ് ചെയ്ത് നടക്കുന്നൊന്നുമില്ല. നമ്മൾ നോർമലായിട്ട് നമ്മളിങ്ങനെ വോക്ക് ചെയ്യുന്നതല്ലാതെ ഹിപ്പിന് ഒരു പരിധി കൂടുതൽ നമ്മൾ എക്സേർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു എക്സേർഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഹിപ്പ് എക്സസൈസ് ഡെയിലി ചെയ്യണം. ഹിപ്പിന് എപ്പോഴും വാമപ്പ് ആയിക്കൊണ്ടേ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ ഫ്യൂച്ചർ ഈ നടുവേദന പോലുള്ള സംഭവങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മുടെ ഈ ഹിപ്പിൻ്റെ ലെവലുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ഇതുപോലുള്ള കസേരയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം, ഇങ്ങനെ മതിലോ എന്തെങ്കിലും മതി. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാലിങ്ങനെ റേസ് ചെയ്യാൻ വേണ്ടി ഒരു തടസ്സം പോലെ, നമ്മളല്ലാതെ നമ്മൾ ചുമ്മാ റേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം, എന്താ പറയുക, നമുക്ക് പറ്റിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ അതിൽ കൂടുതൽ ഒരു പരിധി കൂടുതൽ നമ്മൾ ചിലപ്പോൾ റേസ് ചെയ്തെന്ന് വരത്തില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എത്തിക്കാൻ കഴിയത്തില്ല. അപ്പോൾ നല്ല രീതിക്ക് റേസ് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള ഒരു ഓബ്ജക്റ്റ് നമ്മുടെ ഫ്രണ്ടിലുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ നമുക്ക് പറ്റിക്കാൻ പറ്റത്തില്ല. നമുക്ക് ആ ഒരു കറക്റ്റ് ഫോമിൽ തന്നെ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ 1 1 1 1 അങ്ങനെ 10 തവണ നമ്മൾ ചെയ്യുക. 2 ലെഗ്സും അങ്ങോട്ട് 2 ലെഗ്സും ഇങ്ങോട്ട്. ഇതെന്ന് പറയുമ്പോഴാണ് ഈ 2 തവണ അങ്ങോട്ടും 2 തവണ ഇങ്ങോട്ടും ചെയ്യുമ്പോഴാണ് ഒരു കൗണ്ടായിട്ട് നമ്മൾ കൂട്ടുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ 10 എണ്ണം ഇപ്പോൾ ചെയ്യാൻ പോവുക. 1 1 1 1 2 2 2 2 3 3 3 4 4 4 4 5 5 5 5 6 6 6 6 7 7 7 7 8 8 8 8 9 9 9 9 10 10 10 10. ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഏകദേശം നമ്മുടെ ഹിപ്സ് ഫയർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം നമ്മുടെ ഈ ഒരു ഹിപ്സിൻ്റെ മൂവ്മെൻറ്റ്സ് നല്ല രീതിക്ക് ഫ്ലോ ചെയ്യാനായിട്ടുള്ള ഒരു ഇതിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ആ ഒരു സമയം കൊണ്ട് കുറച്ച് റെസ്റ്റും കിട്ടും. പിന്നെ നമ്മളിത് പെട്ടെന്ന് നമ്മളിത് ചെയ്യുമ്പോൾ എല്ലാവർക്കും ചിലപ്പം ഈ ഒരു സ്പീഡിൽ തന്നെ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. ചിലവർ ചെയ്യും, ചിലവർക്ക് ചെയ്യാൻ പറ്റാതെ വരും. ഹിപ്പിന് മാക്സിമം നമ്മൾ നല്ല രീതിക്ക് സ്ട്രെയിൻ ചെയ്യുക. ഒരുപാട് സ്ട്രെയിൻ ചെയ്യാന്നുള്ളതല്ല, പക്ഷെ നല്ലൊരു ഹിപ്പിന് നല്ല പോലെ ഒരു വാമപ്പ് നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ എക്സസൈസ് വരുന്നത്, ഒരു കാലം അങ്ങോട്ട് ഇതുപോലെ വരും. ആദ്യം കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്യുക. അതായത് ഒരു കാല് ഇങ്ങോട്ട് ഔട്ട് സൈഡിലേക്ക്, ഈ കാല് ഇപ്പം റൈറ്റിലേക്ക് തന്നെ, ലെഫ്റ്റിലേക്ക് തന്നെ, രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. 1 1 2 2 3 3 4 4 5 5 6 6 7 7 8 8 9 9 10 10. അങ്ങനെ 10 എണ്ണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10 എണ്ണം വീതം ചെയ്യുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആദ്യമേ നമ്മൾ ഇതുപോലെ 2 കാലും ഇങ്ങോട്ടും വെച്ച് 2 കാലും
ഇതുപോലെയും ചെയ്തു. ഇതേ സെയിം സാധനം തന്നെ സിംഗിൾ ലെഗിൽ ചെയ്യുന്നു. ഇങ്ങനെ നിൽക്കുന്നു, ഒരു കാല് ഇങ്ങോട്ട് വെക്കുന്നു, അതേ കാല് തന്നെ തിരിച്ചു വെക്കുന്നു. ഈ സാധനം ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ ചെറുതായിട്ട് ചെറിയൊരു സ്കിപ്പും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രം, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ആ ഒരു പുഷ് കിട്ടും. കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് കുറച്ചുകൂടെ എനർജി നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഒരല്പം എഫേർട്ട് നമ്മൾ ഇടേണ്ടി വരും. അപ്പോൾ അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കാണിച്ചു തരാം. നമ്മൾ ആദ്യമേ ഇങ്ങനെ നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു സ്കിപ്പും കൂടി നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ വരും. കണ്ടോ? ഇത് ചിലപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ ഇത് ഓരോ കാര്യങ്ങളും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ചെയ്യാൻ കഴിയുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കുക, ഒരു സ്കിപ്പ് എടുത്ത് പുറത്തേക്ക് വെക്കുക, ഒന്ന് സ്കിപ്പ് ചെയ്ത് പുറത്തേക്ക് വരിക. അതുപോലെ ഇങ്ങനെ അങ്ങനെ നിർത്തി ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിക്കുകയും ചെയ്യാം. എന്നാൽ ഒരു 10-15 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലോ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത് ഏകദേശം ട്രാക്കായി എന്ന് പറയുമ്പോൾ അത് അങ്ങനെ ട്രാക്ക് ആകുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മൾ ആ ഒരു സംഭവം നമ്മൾ പഠിച്ചല്ലോ, നമുക്കൊരു ഫ്ലോയിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ ആ ഒരു ഇത് വരുന്നത് തന്നെ ഭയങ്കര നല്ലൊരു ഫീലിംഗ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ചിലപ്പോൾ ഇത് പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ എന്നാലും നമുക്കത് ട്രൈ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഇനി ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് ലെഗും 1 2 3 4 5 6 7 8 9 10. അപ്പം ഏകദേശം ഹിപ്പിൻ്റെ കവർ ചെയ്തു. ഇനി ഒരൊറ്റ എക്സസൈസും കൂടിയുണ്ട്. അത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതുപോലെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു മതിലുണ്ടായാൽ മതി. മതിലോ എന്തെങ്കിലും നമുക്കിങ്ങനെ പിടിക്കാനൊരു ഇതിനായിട്ട് നമുക്കൊരു ബാലൻസിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയാൽ മതി. ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് ഇതുപോലെ സൈഡിലേക്ക് മാക്സിമം ഹൈറ്റിലേക്ക് റേസ് ചെയ്യുക. അതിനുശേഷം 2 കൈയും ലോക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ 1 2 3 4 5 6 7 8 9 10. Opposite 1 2 3 4 5 6 7 8 9 10. ആദ്യമായിട്ട് ചെയ്യുന്നവർ ഒരു പരിധി കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ട, വളരെ റിലാക്സ് ചെയ്താൽ മതി. 10 എണ്ണം ചെയ്യണമെന്നേ ഉള്ളൂ. ഒരു പരിധി നമ്മളിങ്ങനെ ഭയങ്കര സ്ട്രെയിൻ ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് വീശേണ്ട കാര്യമൊന്നുമില്ല. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ഇതുപോലെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചെയ്താലും മതി. അധികം സ്ട്രെയിൻ ചെയ്യാനേ നിൽക്കരുത്. കുറച്ചുകൂടെ നമുക്കൊന്ന് ബാലൻസ് കിട്ടിയെന്ന് കണ്ടു കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കുറച്ചും കൂടി ഒരല്പം കൂടി എഫേർട്ട് ഇടാവുള്ളൂ. അങ്ങനെ ഹിപ്പിനുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഏകദേശം നല്ലപോലെ ഒന്ന് വാമായി. ഇനി അതിനുശേഷം നമ്മൾ വാമപ്പ് ചെയ്യേണ്ട ഒരു സംഭവമാണ് നമ്മുടെ ഈ ഹാംസ്ട്രിങ്സും നമ്മുടെ ഈ ഫ്രണ്ട് തൈസിലെ മസിൽസും. അപ്പോൾ ഇത് വാമപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതുപോലെ ലെഗ് റൈസ് 10 times. 1 2 3. അധികം എഫേർട്ടൊന്നും ഇടണ്ട, ഭയങ്കര കൂളായിട്ട് ചെയ്താൽ മതി. 5 6 7 8 9 10. വാമപ്പ് ഒരിക്കലും നമ്മൾ മടുക്കുന്ന ലെവലിലേക്ക് വരുത്തരുത്. നമ്മൾ എൻജോയ് ചെയ്യണം. വാമപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യണം ചെയ്യാൻ. നാളെ ഇത് തന്നെ ചെയ്യണമല്ലോ എന്നുള്ള മട്ടിലേക്ക് ആവരുത്. അപ്പം അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പോസിറ്റും ചെയ്യുക 10 തവണ. 2 3 4
5, 6, 7, 8, 9, 10. ഇതിന് ശേഷം നേരെ നിൽക്കുക, ബാക്കിലേക്ക് ഇതുപോലെ ഇങ്ങനെ കിക്ക് ചെയ്യുക. നമ്മുടെ ഈ മസിൽസ്, ഈ ബാക്കിൻ്റെ ഈ മസിൽസും പിന്നെ നമ്മുടെ ഹിപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ടിഷ്യൂസും അതുപോലുള്ള കുറേ മസിൽ ഫൈബേഴ്സ് അതുപോലുള്ള സംഭവങ്ങളുണ്ട്. അതിനെയൊക്കെ ഒന്ന് വാമപ്പ് ആക്കാൻ വേണ്ടി ഇതുപോലെ ബാക്കിലേക്ക് 10 ടൈംസ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓപ്പോസിറ്റ് അതുപോലെ ഈ കാല് അടുത്ത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പിന്നെ റൊട്ടേഷൻ. നേരത്തെ നമ്മൾ ഇപ്പിനിങ്ങനെ മുട്ട് മടക്കിയാണ് ചെയ്തതെങ്കിൽ ഇത് മുട്ട് മടക്കാതെ നമ്മൾ റൊട്ടേഷൻ ചെയ്യുന്നു 10 ടൈംസ്. ഇതുപോലെ 1. അത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാം, ഓരോ കാലും മാറി മാറി തന്നെ ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇപ്പോൾ നമ്മൾ ഔട്ട് സൈഡാണ് ചെയ്തത്, ഔട്ട് സൈഡ് റൊട്ടേഷനാണ്. റൈറ്റിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു, ലെഫ്റ്റിലേക്ക്. ഇതുപോലെ തന്നെ ഇൻസൈഡ് റൊട്ടേഷൻ ഉണ്ട്. റൈറ്റ് ലെഗ് കൊണ്ട് ഇതുപോലെ ഇൻസൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു, ലെഫ്റ്റ് ലെഗിലേക്ക് ഇതുപോലെ റൈറ്റിലേക്ക് എയിം ചെയ്ത് ചെയ്യുന്നു. ഇത് നമുക്ക് ഓരോ ലെഗ് വീതം ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വേണ്ട ഇതുപോലെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബാലൻസ് പോകും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് ഓരോ ലെഗ് വീതം ചെയ്യും. ഇപ്പം ഞാൻ ഓരോ ലെഗ് വീതമാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ റൈറ്റ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അങ്ങനെ ലോവർ ബോഡിയുടെയും അപ്പർ ബോഡിയുടെയും ഏകദേശം എല്ലാ വാമപ്പും കഴിഞ്ഞ് ഇനി ഒരൊറ്റ എക്സസൈസും കൂടിയുണ്ട്. അതെന്ന് പറയുന്നത് വോൾ ഏഞ്ചൽസ് ആണ്. വോൾ ഏഞ്ചൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡർ മൊബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു എക്സസൈസാണ്. ഷോൾഡർ മൊബിലിറ്റി, അതുപോലെ തന്നെ നമ്മുടെ പോസ്ചർ, ഈ സംഭവം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഒരേ സമയം ഷോൾഡറിൻ്റെ മൊബിലിറ്റിയും നമ്മൾ കൂട്ടുവാണ്, അതേസമയം നമ്മൾ പോസ്ചറും നമ്മൾ കറക്റ്റ് ചെയ്യുക. ചിലവരിങ്ങനെ നടക്കില്ല, നമ്മൾ ഒരുപാട് നേരം ഇരിക്കുമ്പോൾ അറിയാതെ തന്നെ ഓരോരുത്തരുടെയും ഈ ഷോൾഡർ ഇങ്ങനെ എപ്പോഴും റൗണ്ടായി വരും. അത് നമ്മൾ എന്നും ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് എപ്പോഴും നമുക്കത് ചിലപ്പം നമ്മൾ ഓർക്കുമ്പോൾ നേരെയാക്കാൻ നോക്കുക. നേരെയായി നമ്മളിങ്ങനെ ഇരുന്ന് കഴിയുമ്പം നമുക്ക് നടുവിന് നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് അത്ര നേരം ഇരിക്കാൻ പറ്റാതെ വരും. വീണ്ടും നമ്മൾ ആ പഴയ ഫോമിലേക്ക് തന്നെ വരും. അപ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം വരുത്താനായിട്ടാണ് ആ ഒരു ഈ ഇങ്ങനെ ഇരുന്നിരുന്ന് ഇങ്ങനെ നേരെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു മടുപ്പ് വരുന്നത് മാറാൻ വേണ്ടിയിട്ടാണ് ഈ വോൾ ഏഞ്ചൽസ് ചെയ്യുന്നത്. വോൾ ഏഞ്ചൽസ് ചെയ്യുമ്പം നമ്മുടെ ഷോൾഡറിൻ്റെ സകല മൊബിലിറ്റിയും ഇമ്പ്രൂവ് ആവും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു പോസ്റ്റർ ഡെവലപ്മെൻറ്റും പക്കയായി കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു. അപ്പോൾ അപ്പർ ബോഡിയെ നമ്മളൊന്ന് വാമപ്പ് ആക്കി എടുക്കാനുള്ള ഏറ്റവും ലാസ്റ്റത്തെ വാമപ്പ് എക്സസൈസ് ആണ്. ഇതുപോലെ നമ്മൾ നല്ലൊരു മതിലിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പം നമ്മുടെ ഈ കാലുണ്ടല്ലോ, കാലിൻ്റെ കാഫ് മസിൽസ് ഉണ്ട്. ഇവിടുത്തെ ഈ മസിൽസ് ഈ മതിലിനോട് ചേർത്ത് വെക്കുക. അതുപോലെ നമ്മുടെ ബട്ടക്സ് നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കുക. നമ്മുടെ അപ്പർ ബാക്കും ഈ മതിലിനോട് ചേർത്ത് വെക്കുക. ഈ രണ്ട് കൈയും W ഷേപ്പിൽ താണ്ട് എൻ്റെ ഈ തമ്പുണ്ടല്ലോ, ഇങ്ങനെ ഈ തമ്പ് ഈ വോളിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കുക.
തമ്പ് ഇങ്ങനെ വോളിലേക്ക് ചേർത്ത് വെക്കുക, എൻ്റെ തലയും ഇങ്ങനെ ചേർത്ത് വെക്കുക. അപ്പം തല, കൈയുടെ ഈ തംസ്, രണ്ട് തംസും, പിന്നെ ഈ ഫോറാം, അതുപോലെ തന്നെ എൻ്റെ ഈ അപ്പർ ബാക്ക്, പിന്നെ എൻ്റെ ബട്ടക്സ്, എൻ്റെ മാക്സിമം തൈസ്, എൻ്റെ കാഫ്, ഇതെല്ലാം ഒരേ ലെവലിൽ തന്നെ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഇതുപോലെ പൊക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും നമ്മുടെ ഈ ടച്ച്, ഈ വോളിനോട് ആദ്യം ഞാൻ പറഞ്ഞ ഓരോ മസിൽസും ടച്ച് ചെയ്ത് നിൽപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മസിൽ പോലും പുറത്തേക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ലെവലിലേക്ക് വരരുത്. എല്ലാം ഇങ്ങനെ ടച്ച് ചെയ്ത് പോകണം. ഇങ്ങനെ ചെയ്തു പോകാൻ നല്ല പ്രയാസമാണ്. നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ നമ്മൾ റൗണ്ട് ആയിട്ടാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്പൈനിന് ഒരു ഇച്ചിരി ബെൻഡ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡർ ഇങ്ങനെ റൗണ്ടായി വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വോൾ ഏഞ്ചൽസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ആയിട്ടാണ്, കറക്റ്റ് ഫിഗർ, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്പൈനൊക്കെ നല്ല പക്ക സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഇതാണെങ്കിൽ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഇങ്ങനെ പോകും. യാതൊരു സ്ട്രെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം നമ്മുടെ അപ്പർ ബാക്ക് മസിൽസും നമ്മുടെ ഷോൾഡർ മസിൽസും എല്ലാം നല്ല ഫ്രീ ആയിരിക്കും. അവിടെ ടൈറ്റ്നെസ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇതുപോലെ ഇങ്ങനെ നല്ല ഭയങ്കര സ്മൂത്തായിട്ട് പോകും. ഞാനൊരു എഫേർട്ടോ കാര്യങ്ങളോ ഒന്നും ഇടാതെ വളരെ സിമ്പിളായിട്ടാണ് പോകുന്നത്. അതേസമയം ഇപ്പം എൻ്റെ ഈ കൂടുതൽ ആൾക്കാർക്ക് ഈ അപ്പർ ബാക്ക് നല്ല ടൈറ്റ് ആയിരിക്കും. അവർക്ക് ഒരിക്കലും, അതുകൊണ്ട് തന്നെ ഈ തംസ് ഇങ്ങനെ ഇതുപോലെ, നമ്മുടെ ഈ തമ്പ് ഇതുപോലെ ഇങ്ങനെ വോളിനോട് ചേർത്ത്, നമ്മുടെ തമ്പും ഈ ഫോറാമും ഈ അപ്പർ ബാക്കും കൂടി ഒന്നിച്ച് വോളിനോട് ചേർത്ത് നമുക്കിങ്ങനെ ഉരച്ചെടുക്കാൻ പറ്റത്തില്ല. അത് ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് താണ്ട് ഇങ്ങനെ വെളിയിലേക്ക് വരും, ഒന്നല്ലെങ്കിൽ ആണ്ട് ഈ ഫോറാം ഇങ്ങനെ പൊങ്ങി വരും, അല്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കും, തംസ് മുട്ടത്തില്ല, ഇതുപോലെ ആയിരിക്കും. അല്ലെങ്കിൽ അപ്പർ ബാക്ക് നമ്മളിങ്ങനെ ബാക്ക് ഇങ്ങനെ ഇവിടെ ടച്ച് ചെയ്ത് വെക്കാതെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ തംസ് മാത്രം ഇതുപോലെ പോകും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡർ ഭയങ്കര ടൈറ്റ് ആണ്, അപ്പർ ബാക്ക് ടൈറ്റ് ആണ്, നമ്മുടെ ബാക്ക് ബോണിൻ്റെ അവിടെ നമ്മുടെ പോസ്റ്റർ കറക്റ്റ് അല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഡെയിലി ഇതൊരു 10 അല്ലെങ്കിൽ 25 50 100 എത്ര വേണമെങ്കിലും ചെയ്യാം. ഇതെത്ര വേണമെങ്കിലും ചെയ്യാം. എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ്. അത്രത്തോളം നമ്മുടെ മൊബിലിറ്റി ഇൻക്രീസ് ആകും, അത്രത്തോളം നമ്മുടെ ഷോൾഡർ ഫ്രീ ആകും, നമ്മുടെ ചെസ്റ്റ് ഫ്രീ ആകും, നമ്മുടെ ബാക്ക് മസിൽസ് ഫ്രീ ആകും, നമ്മുടെ പോസ്റ്റർ പക്കയായിട്ട് കറക്റ്റ് ആകും. അപ്പോൾ ഇതൊരു 10 ഡെയിലി ചെയ്യുക. ഇപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചെയ്യാം. 1 2 3. ഞാൻ ഇച്ചിരി സ്പീഡിൽ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പയ്യെ ചെയ്താൽ മതി. 5 6 7 8 9 10. അപ്പോൾ ഇതാണ് ഇന്നത്തെ വാമപ്പ് വീഡിയോ. ഇത് എല്ലാ ദിവസവും ഈ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. എല്ലാ ദിവസവും ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ശരിക്കും ഞാൻ ഇതിൻ്റെ അകത്ത് നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന പോലാണ്. നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് എന്നെ നോക്കി ഞാൻ ചെയ്യുന്ന എന്താണോ അതുപോലെ നമ്മളത് ഒരാളെ നമ്മൾ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലാണ് ഈ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരു ഏകദേശം ഒരു ഫ്ലോ ആയി കഴിയുമ്പം നമുക്ക് ഈ വീഡിയോ കാണാതെ തന്നെ നമുക്ക് ചെയ്യാം. അല്ലാത്തപ്പം നമുക്ക് പ്രോപ്പറായിട്ട് ഈ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കാരണം ഞാനിപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇത്രയും സമയം പോകുമല്ലോ. അപ്പോൾ ആ ഒരു സമയം നമ്മൾ കളയണ്ട. ഇത് എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ 10 കറക്റ്റായിട്ട് ചെയ്യാം. പിന്നെ അത് കറക്റ്റായിട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പിന്നെ ആ വീഡിയോ പ്ലേ ചെയ്താൽ മതി. കാരണം അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റോ ഇല്ലയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കപ്പം ഈ വീഡിയോ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഏകദേശം ഇത് ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ ഈ വീഡിയോ നമുക്ക് ഈ വീഡിയോ അല്ല, ഈ എക്സസൈസ് നമ്മൾ എല്ലാം ചെയ്തെടുക്കാനായിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഏകദേശം ഒരു 30 മിനിറ്റിന് മുകളിലേക്ക് ഇത് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എല്ലാവരും നമ്മുടെ ട്രെയിനിങ്ങിന് തൊട്ട് മുൻപായിട്ട് ഇതുപോലുള്ള വാമപ്പ് ചെയ്യുക. വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള എക്സസൈസാണ്. ഏറ്റവും നമ്മളിനി അഥവാ വാമപ്പ് അല്ല, നമുക്കിപ്പോൾ ഒരു ദിവസം നമുക്ക് ഫുൾ എക്സസൈസ് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് ഓർക്കുവാണെങ്കിൽ പോലും ഈ എക്സസൈസ് മാത്രം ചെയ്താൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വാമായി നിൽക്കും, നമ്മുടെ ബോഡി ഒന്ന് മൂവ് ആയി നിൽക്കും.
അപ്പോൾ ഒരു ദിവസത്തെ എക്സസൈസ് നമ്മൾ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു ദിവസത്തെ വർക്കൗട്ട് നമ്മൾ കട്ട് ചെയ്തു എന്നുള്ള ഒരു ഫീലിംഗും നമുക്ക് തോന്നത്തില്ല. എന്നാൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു ലെവലിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. ഇത് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്തത് നമ്മൾ അപ്പർ ബോഡി സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യാൻ പോകും. ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. കാരണം ഇപ്പം തന്നെ ഏകദേശം ഒരു സമയമായി. ഇത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ അതിൽ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസുമായിട്ട് വരുന്നതായിരിക്കും. ആ വീഡിയോയ്ക്ക് ശേഷം ലോവർ ബോഡിയും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ശരിക്കും പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം വാമപ്പ് ചെയ്യുക, പിന്നെ അപ്പർ ബോഡി ചെയ്യുക, പിന്നെ വാം ഡൗൺ ചെയ്യുക. അന്നത്തെ ദിവസത്തെ വർക്കൗട്ട് തീർന്നു. അതേപോലെ തന്നെ ഈ സെയിം വാമപ്പ് വീണ്ടും ചെയ്യുക, ലോവർ ബോഡി വാം ഡൗൺ. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷമായിരിക്കും വാം ഡൗൺ എക്സസൈസും ചെയ്യുന്നത്. അപ്പം അതും കൂടിയും എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. കാരണം വാമപ്പ് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വാം ഡൗൺ എക്സസൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ സംഭവങ്ങൾ. എല്ലാവരും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനുണ്ട്, അതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യാം. എന്തുണ്ടെങ്കിലും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.